Hey everyone, welcome back to my second day of recurrent training. രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് ചെയ്തു. ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് ആണ് കാരണം മെയിൻ എക്സാം ഒക്കെ ഇന്നലെ കഴിഞ്ഞു. ഇന്നിപ്പോൾ കുറച്ച് റിഗ് ടെസ്റ്റും മെഡിക്കൽ എമർജൻസി ഡ്രിൽസും ആണ് ഉള്ളത്. പ്രാക്ടിക്കൽ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് ഈസിയാണ്. ഞാനിപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ളത് 787-ലാണ്. അപ്പോൾ നമുക്ക് 787-ന്റെ റിഗ് ഉണ്ട് ട്രെയിനിങ് സെന്ററിൽ. അപ്പോൾ സെയിം എയർക്രാഫ്റ്റിന്റെ നോർമൽ ഓപ്പറേഷനിൽ ഡോർ തുറക്കുന്നതും അതല്ലെങ്കിൽ വല്ല എമർജൻസി ലാൻഡിങ്ങോ എമർജൻസി ഡിച്ചിങ്ങോ സമയത്ത് ഡോർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതും അതിനുള്ള കമാൻഡ്സ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഉണ്ടോ ഇന്നത്തെ ട്രെയിനിങ്. ആൻഡ് ഓൾസോ മെഡിക്കൽ ഡ്രിൽസും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പാസഞ്ചറിന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ CPR കൊടുക്കണം, ഇൻ കേസ് AED യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ AED എങ്ങനെ യൂസ് ചെയ്യണം, ഓക്സിജൻ, ഐജൽ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ ഒരു ഹ്യൂമൻ ഫാക്ടറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഹ്യൂമൻ ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു നോർമൽ ഓപ്പറേഷൻ ആയിക്കോട്ടെ, നമ്മളത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്യാബിൻ ക്രൂ ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ക്രൂ ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ കഴിഞ്ഞ ഒരു 5:30-6 മണിയായിട്ടോ പുറത്തിറങ്ങിയപ്പോൾ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ട്രിപ്പിൾ റെയിൻബോ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫുൾ ബോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യു.